കോഴിക്കോട് വടകര ദേശീയപാതയിൽ കാറും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച അപകടത്തിൽ കുട്ടികളടക്കം 15ഓളം പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ദേശീയപാതയിൽ കോഴിക്കോട് വടകരയിലെ KT ബസാറിന് സമീപം പഴയ KSEB ഓഫീസ് പരിസരത്താണ് അപകടം ഉണ്ടായത്. ഉടൻ തന്നെ നാട്ടുകാർ ഇടപെട്ട് പരിക്കേറ്റവരെ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എല്ലാവർക്കും നിസ്സാര പരിക്ക് മാത്രമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചത്. വടകര ഭാഗത്തേക്ക് വരികയായിരുന്ന അമർശാന്തി എന്ന സ്വകാര്യ ബസ്സിലേക്ക് എതിർദിശയിൽ നിന്നും വന്ന ഇന്നോവ കാർ ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലും കാറിലും ഉണ്ടായിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. വടകര തലശ്ശേരിക്ക് പോകുന്നു. ഞാൻ അതിന് കയറുന്നുള്ളൂ. അപ്പുറം ലോറി നിർത്തിയിട്ടുണ്ട്. അവിടെ ഇന്നലെ ആക്സിഡൻ്റ് ആയിട്ടുണ്ടല്ലോ. ലോറി മറങ്ങി അന്നേരമാണ് വണ്ടിയുണ്ട് അവിടെ. ഞാനങ്ങനെ തീരുന്നത് കാണൂല. വണ്ടിയുണ്ട്, ഞാൻ നിർത്തി കൊടുത്ത് എന്നിട്ട് തിരുത്ത് കണ്ടേരം പിന്നെ അടിച്ച്. ഈ ഏരിയയിൽ ഇതേപോലെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നടന്നു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഒരു 2 വണ്ടി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഫുട്പാത്തിൻ്റെ ഇതിൽ പോയിട്ട് ഒരു ടോറസ് കൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തായിരുന്നു. അതിൽ ഞാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ലോറി മറിഞ്ഞത്. ഈ പ്രദേശം സ്ഥിരം അപകട മേഖലയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് പെയിന്റുമായി വന്ന ലോറി മറിഞ്ഞിരുന്നു. ഈ ലോറിയും അതിലുണ്ടായിരുന്ന പെയിന്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും റോഡിൽ തന്നെയായിരുന്നു കിടന്നിരുന്നത്. മറിഞ്ഞ ലോറിയിലെ സാധനങ്ങൾ മറ്റൊരു ലോറിയിലേക്ക് മാറ്റുന്ന പ്രവർത്തികൾ നടക്കുന്നതിനിടെയാണ് പുതിയ അപകടം സംഭവിച്ചത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.